പിണറായി വിജയന്റെ ബലം കൈയും വിശ്വസ്തനുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എം.ആർ. അജിത് കുമാർ. കേരള പോലീസിന് ഒരു തലവേദന പിടിച്ച ഒരു ഉദ്യോഗസ്ഥൻ. 10 വർഷം കേരള പോലീസിനെ മൊത്തത്തിൽ അടക്കി ഭരിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ADGP എം.ആർ. അജിത് കുമാർ. എന്തിനും ഏതിനും എന്ത് തോന്നിവാസത്തിനും മുൻപന്തിയിൽ ADGP അജിത് കുമാർ ഉണ്ടാകും. കേരള പോലീസിലെ നല്ലവരായ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ അജിത് കുമാർ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നവകേരള യാത്രയുടെ പരിപാടിയിൽ പിണറായിയെ കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ ഗൺമാൻമാർ അതിക്രൂരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചത്. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചതിൽ ADGP എം.ആർ. അജിത് കുമാറിന് നിർണായകമായ പങ്കുണ്ടെന്ന് ആഭ്യന്തര വകുപ്പിന് നിർണായകമായ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സമയത്ത് കേസ് ഡയറി തിരുത്താൻ അജിത് കുമാർ നിർബന്ധിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുകയാണ്. ആ മൊഴി അതീവ നിർണായകമാണ്. വേറെ ഒരു ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ, അതായത് കീഴുദ്യോഗസ്ഥർ അജിത് കുമാർ പറഞ്ഞതനുസരിച്ച് കേസ് ഡയറി തിരുത്തിയത് എന്നാണ് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒന്നേ ആ കീഴുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ഇതാണ് അവിടെ ഇരുന്നുകൊണ്ട് അജിത് കുമാറിന്റെ ഒരു പദ്ധതി. സുപ്രധാന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം പദവി തന്നെ ദുരുപയോഗം ചെയ്യുകയും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ട ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ കേസിൽ അട്ടിമറി നടത്തി കുറ്റക്കാരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ആൻഡ് ഓർഡർ പാലിക്കുന്ന, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കർശനമായി തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം ആ വകുപ്പിനെ തന്നെ നാണക്കേടുണ്ടാക്കുന്നതും സ്വന്തം ജോലിയെ തന്നെ അദ്ദേഹം നശിപ്പിക്കുന്നതുമായ ഒരു പ്രവണതയാണ്. അത് കേരള പോലീസിന് വലിയ രീതിയിൽ നാണക്കേടും അവമതിപ്പും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സസ്പെൻഷൻ അടക്കമുള്ള വകുപ്പ് തല നടപടിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഓഗസ്റ്റിൽ DGP പദവിയിലെത്തേണ്ട ആളാണ് അജിത് കുമാർ. വകുപ്പ് തല അന്വേഷണം വേണമെന്നും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് SIT പൂർണ്ണമായ റിപ്പോർട്ട് ഷൗക്കത്ത് അലി മുഖ്യമന്ത്രി VD സതീശന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ DGP സ്വപ്നോമിനി എന്നേക്കുമായി ഒരു സ്വപ്നമായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല അന്വേഷണം ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റി. സത്യസന്ധമായി തയ്യാറാക്കിയ കേസ് ഡയറി തിരുത്തി വ്യാജമായി കേസ് ഡയറി ഉണ്ടാക്കി കോടതിയിൽ വ്യാജ റിപ്പോർട്ട് നൽകി എന്നീ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അജിത് കുമാറിന് നേരെ ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച കേസിൽ അകമ്പടി സേനയിലെ 3 പേരെ കൂടി പ്രതിയാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് നൽകിയത്. ഷൈജു, അരുൺ, വിപിൻ എന്നിവരാണ് പുതിയ പ്രതികൾ. പിണറായിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S. സന്ദീപ് എന്നിവർ മാത്രമായിരുന്നു ഇതുവരെ പ്രതികൾ. ഇവർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ 26-ാം തീയതി, അതായത് ചൊവ്വാഴ്ച പരിഗണിക്കുകയാണ്. ഇന്നലെ ഗൺമാൻമാരടക്കം 5 പേരെ കുറ്റക്കാരാണെന്ന് SIT തന്നെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരള പോലീസിൽ ഇടത് നേതാക്കന്മാരുടെ കയ്യും കാലും പിടിച്ച് അവരെ പിന്താങ്ങിക്കൊണ്ട് സ്വന്തം കാക്കി യൂണിഫോമിന് വരെ ഒരു വിലയും കൽപ്പിക്കാതെ ഇടത് നേതാക്കന്മാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന, അവരുടെ മുന്നിൽ നട്ടല് പണയം വെച്ച് നിൽക്കുന്ന CPM-ന്റെ കുറെ പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട്. അവരെയൊക്കെ ചവിട്ടി പുറത്തു ചാടിക്കാനുള്ള ഒരു നിർണായകമായ ഒരു ബ്രഹ്മാസ്ത്രമാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിന്റെ പുലി അല്ലെങ്കിൽ സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, ഡിപ്പാർട്ട്മെന്റ് വിശേഷിപ്പിക്കുന്ന ഷൗക്കത്ത് അലിയെ തന്നെ ഇറക്കിയുള്ള ഒരു നിർണായകമായ ഒരു നീക്കം VD സതീശൻ നടത്തിയിരിക്കുന്നത്.